മറ്റു വാർത്തകളിലേക്ക് പോകണം. അത് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2-3 ദിവസമായി നിപയുടെ ഒരു ഭീതി നമ്മുടെ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും കോഴിക്കോട്ട്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി അവിടെ എത്തി സ്റ്റേ ചെയ്ത് താമസിച്ച് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകും എന്നുള്ള വിവരം, ചെറിയ വിമർശനമൊക്കെ ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടായിരുന്നു. മന്ത്രി കോഴിക്കോട് ഉണ്ടായിട്ടും നിപയുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞിട്ടും തലസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷേ താൻ കോഴിക്കോടിന് മാത്രം മന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഴുവൻ കാര്യവും നോക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നത് എന്നാണ് മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം, നിപ ബാധിച്ച യുവാവിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്ന് എത്തിച്ച 2 തരം ആൻറ്റിവൈറൽ മരുന്നുകൾ ഇന്ന് രോഗബാധിതന് നൽകും. വൈറസിന്റെ ഉറവിടം കണ്ടെത്താനായി കേന്ദ്ര സംഘം ചികിത്സയിലുള്ള യുവാവിന്റെ വീടും ഗോഡൌണും സന്ദർശിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രി കോഴിക്കോടുണ്ട്. ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് മന്ത്രിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. മരുന്നുകൾ എത്തിയിട്ടില്ല, റെംഡെസിവിർ അടക്കം എത്തിയില്ല എന്ന് ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആന്റിവൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. അത് ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്ന് എക്സ്പയറി ഡേറ്റ് ആയതാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട പത്രസമ്മേളനമായിരുന്നു അത്. ഇന്നലെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇന്നലെ അത് മരുന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മന്ത്രി ജില്ലയിലുണ്ട്. നിപയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ഒരു യുവാവുമായി ബന്ധപ്പെട്ട ആരോഗ്യനിലയിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കേന്ദ്ര സംഘത്തിൻ്റെ ഇതുവരെയുള്ള ഇടപെടൽ എങ്ങനെയാണ്? രഞ്ജിത്ത്, ഏറ്റവും ആദ്യം ആ ആശുപത്രിയിൽ കഴിയുന്ന 43-കാരനായ ആളുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുന്ന ഒരു നടപടിക്രമങ്ങൾ ആദ്യ ഡോസ് അതിൻ്റെ നൽകിയെങ്കിൽ പോലും അതിൽ കാര്യമായൊരു മാറ്റം അതിനെ തുടർന്നുണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് 2 തരം ആൻറ്റിവൈറൽ മരുന്നുകൾ ഡൽഹിയിൽ നിന്നും എത്തിച്ചിരുന്നു. ആ ഡോസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം 2 നോഡൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി ഡോക്ടർമാർ കൃത്യമായ ഒരു പരിശോധന രോഗിയിൽ നടത്തുന്നുണ്ട്. ഓരോ മണിക്കൂറും രോഗിയുടെ ആരോഗ്യനില കൃത്യമായി വിലയിരുത്തുന്നുമുണ്ട്. പക്ഷേ ആരോഗ്യനിലയിൽ കാര്യമായ ഒരു ആശയ്ക്ക് വക നൽകുന്ന ഒരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഉള്ള ഒരു സാഹചര്യത്തിന് അപ്പുറം ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി ഈ നിപ രോഗബാധ മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ആരോഗ്യമന്ത്രി ജില്ലയിൽ എത്തുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് ഓർത്തിരുന്നത്. ഒപ്പം മുൻകാലങ്ങളിലൊക്കെ നടത്തിയിരുന്ന പ്രതിരോധ നടപടികളൊക്കെ ആ ഒരു ആർജവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തോടു കൂടി ഇപ്പോൾ നടത്തുന്നില്ല എന്നതാണ് ഏറെ വിമർശന വിധേയമായ കാര്യം. ഈ കഴിഞ്ഞ ദിവസം ഈ രോഗം സ്ഥിരീകരിക്കുന്നതും ആ ദിവസവും അതിൻ്റെ തലേ ദിവസവും ആരോഗ്യമന്ത്രി K മുരളീധരൻ കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്താണ് ഈ രോഗബാധ സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനൊക്കെ നിർദ്ദേശം നൽകിയെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം 4 നാൾ കഴിഞ്ഞെങ്കിലും തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്താനോ അവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ശ്രമിച്ചില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ നിപ രോഗബാധ എത്തിയ ഘട്ടങ്ങളിലെല്ലാം അന്നത്തെ ആരോഗ്യമന്ത്രിമാർ കോഴിക്കോട് ജില്ലയിൽ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഈ നിപ പ്രതിരോധ ത്തിനായുള്ള കൺട്രോൾ റൂമിൽ പോലും സർക്കാരിൻ്റെ ഒരു മന്ത്രി എന്ന പ്രതിനിധി ചെന്നത് ഇന്നലെയാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാർ അവിടെ ഇന്നലെ മന്ത്രി ആയിരുന്ന മുൻ മന്ത്രിയായിരുന്ന ഒപ്പം ബേപ്പൂരിൻ്റെ MLA കൂടി ഈ സ്ഥലം ഈ രോഗബാധിതനായ ആളുള്ളത് ബേപ്പൂർ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന രാമനാട്ടുകര നരസഭയുടെ കീഴിലെ 5ാം ഡിവിഷനിലാണ്. അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ മുഹമ്മദ് റിയാസ് ഇന്നലെ ഈ നിപ പ്രതിരോധം പാളി എന്നാരോപിച്ച് കൺട്രോൾ റൂമിന് മുൻവശം പ്രതിഷേധമൊക്കെ തീർക്കുകയും ചെയ്തു. വൈകുന്നേരം CPM പ്രതിഷേധ പ്രകടനം തന്നെ രാമനാട്ടുകരയിലും ഒപ്പം കോഴിക്കോട് നഗരത്തിലും നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും മാറുകയും ചെയ്തു. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത്. അദ്ദേഹം 11 മണിക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കോഴിക്കോട് ട്രെയിനിൽ ഇറങ്ങും. അതിനുശേഷം നേരെ നിപ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് പോകും. അവിടെ അവലോകന യോഗം, അതായത് ഇതുവരെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗിയുടെ ആരോഗ്യകരമായ സാഹചര്യം, ഇനി അടുത്ത ദിവസങ്ങളെ തുടർന്ന് മുന്നോട്ട് ഏത് രീതിയിൽ പോകണം എന്നത് സംബന്ധിച്ച ഒരു മാർഗരേഖയൊക്കെ ഈ ഇന്നത്തെ
യോഗത്തിൽ ഉണ്ടാക്കും. അതിനുശേഷമാവും അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഏതായാലും നിപ ബാധിച്ച ചെറുപ്പക്കാർ യുവാവിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ മരുന്നുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട്. കേന്ദ്ര സംഘം കേരളത്തിലുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഇന്ന് മുതൽ കോഴിക്കോടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് കുറച്ച് ആശങ്കാജനകമായ സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാം. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.